കേന്ദ്രമന്ത്രി അർജുൻ മേഘ്വാൾ പാർലമെന്റിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് രാജ്യത്തെ 32 പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ അനുകൂലിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത്. അതേസമയം കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിവയുൾപ്പെടെയുള്ള 15ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ സമിതി 18,626 പേജുള്ള റിപ്പോർട്ട് 2024 മാർച്ച് 14 പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ 62 പാർട്ടികളുമായി സമിതി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് 62 രാഷ്ട്രീയ പാർട്ടികളിൽ 47 എണ്ണം മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ 32 പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ പിന്തുണച്ചിരുന്നു. ഇതിനു പുറമെ 15 പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയത്തെ എതിർക്കുകയും 15 പാർട്ടികൾ ഇതിനൊന്നും ഉത്തരം നൽകിയതുമില്ല. BJP ഉൾപ്പെടെയുള്ള 32 പാർട്ടികളാണ് ഇതിനെ പിന്തുണച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച 3 ജഡ്ജിമാർ ഈ നിർദ്ദേശത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസായ അജിത് പ്രകാശ് ഷാ, കൊൽക്കത്ത ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗിരീഷ് ചന്ദ്ര ഗുപ്ത, മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ബാനർജി എന്നിവരാണ് പ്രതിഷേധിച്ച ജഡ്ജിമാർ. എന്നാൽ ഹൈക്കോടതിയിലെ 9 മുൻ ചീഫ് ജസ്റ്റിസുമാർ ഈ നിർദ്ദേശത്തെ പിന്തുണക്കുകയായിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടക്കുക എന്ന ആശയമാണ്. ലോക്സഭ, രാജ്യസഭ, നിയമസഭ, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടക്കുമെന്നർത്ഥം. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്നതാണ് ഈ സംവിധാനത്തെ പിന്തുണക്കുന്നവർ പറയുന്നത്. എന്നാൽ പ്രാദേശിക പാർട്ടികളുടെ ശബ്ദം അടിച്ചമർത്തുമെന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം ഇന്ത്യ എന്ന ആശയത്തിനും സംസ്ഥാനങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും അർജുൻ മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ നോക്കിയാൽ 32 പേർ അനുകൂലിക്കുകയും 15 പേർ വിയോജിക്കുകയും 15 പേർ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കുക വെറും 2 പാർട്ടികളുടെ പിന്തുണ മാത്രമാണ് ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഉള്ളൂ എന്നുള്ളതാണ്.